ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ ഹോബികളിൽ പെട്ടതാണ് ഇതുമാതിരിയുള്ള മേക്ക് ഓവേഴ്സൊക്കെ കേട്ടോ. ഗ്ലാസ്, പിന്നെ ഇത് ഒരു ബിരിയാണിയുടെ പോട്ടായിരുന്നു. അത് ഇതേമാതിരി ബോട്ടിൽ ഒക്കെ മേക്ക് ഓവർ ചെയ്യുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ ഒന്നും മേക്ക് ഓവറിനെ കുറിച്ചല്ല കേട്ടോ വന്നിരിക്കുന്നത്. വേറൊരു സംഭവം ഞങ്ങൾ മേക്ക് ഓവർ ചെയ്തു. ഞങ്ങൾ മേക്ക് ഓവർ ചെയ്തതാണ്, ഞാനും എൻ്റെ മോനും കൂടി മേക്ക് ഓവർ ചെയ്തതാണ് വോള്. ഈ വോൾ മേക്ക് ഓവർ കണ്ടപ്പോൾ കുറച്ച് പേര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കും. ഈ വോൾ മേക്ക് ഓവറിൻ്റെ പിന്നിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാനും മക്കളും കൂടിയിട്ട് ഹസ്ബൻഡ് നാട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വോള്. ഇത് ഫുൾ വൈറ്റ് ആയിരുന്നു. അപ്പോൾ റൂമിന് ഒരു കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ്സും കുറച്ചൊരു ബ്രൈറ്റ്നെസ് തോന്നിക്കാൻ വേണ്ടി ഇതിലാണ് ഞാൻ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഈ വോളിനെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് പേപ്പർ ടേപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ ടേപ്പ് ഉപയോഗിക്കണം. 2 ഇഞ്ചിൻ്റെ സൈസാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാനും മോനും കൂടിയാണ് വോളൊന്ന് മേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ അതിനായിട്ട് ഈ പേപ്പർ ടേപ്പിനെ നമ്മൾ സൗകര്യം പോലെ ഒട്ടിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒട്ടിക്കാം. ഞാനിതൊരു അബ്സ്ട്രാക്റ്റ് ആർട്ടിൻ്റെ രീതിയിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്നാണ് ഒട്ടിക്കുന്നത് ആദ്യം. എൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് മോൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നു കേട്ടോ. പിന്നെ അവനും ഇതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒന്നിച്ച് ചെയ്തു എന്ന് മാത്രം. ഇനി അതിൽ നിന്ന് ഒരു സൈസ് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിനനുസരിച്ച് ചെയ്യാം. ഓരോന്നും ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണം എന്ന് മാത്രം. നമ്മൾ ഓരോന്നും ഒട്ടിക്കുമ്പോഴും നോക്കുക, പിന്നെ പെർഫെക്റ്റായി ഒട്ടിക്കാൻ നോക്കുക. നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ ടേപ്പ് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇല്ല എങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരും. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ പെയിൻറ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. പേപ്പർ ടേപ്പ് ഉപയോഗിക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഇപ്പം ഇത് വൈറ്റ് വാളിൽ നമ്മൾ വൈറ്റ് ടേപ്പ് ഒട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒട്ടിക്കാം. ഇത് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് എനിക്ക് സത്യത്തിൽ എനിക്ക് മോനും ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പെട്ടെന്ന് റൂമിനൊരു ചേഞ്ച് വന്ന ഒരു ഫീലൊക്കെ വന്നു കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ലാഡറൊന്നും അവൈലബിൾ അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ മേലിൽ പേപ്പറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ സൈഡിലും മുകളിലും മാസ്കിംഗ് ടേപ്പ് പറ്റുമെങ്കിൽ ഒട്ടിക്കുക. ഇല്ലെങ്കിൽ മുകളിലൊക്കെ ഈ കളർ എക്സ്ട്രാ ആയിട്ട് നിൽക്കും, സൈഡിലും ഒക്കെ. അതല്ലെങ്കിൽ അത്രയും നമുക്ക് പെർഫെക്റ്റായിട്ട് അടിക്കാൻ പറ്റണം. ഇതിപ്പോൾ നമ്മൾ അത്ര പെർഫെക്റ്റായിട്ട് അടിക്കാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിലല്ല ചെയ്തത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ വളരെ നീറ്റായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. കുറച്ച് ഇതിപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ ഈ ഒട്ടിക്കാനൊക്കെ കൂടിയിട്ടൊരു 15 to 20 മിനിറ്റ്സിൽ താഴെ എടുത്തുള്ളൂ. ഒന്ന് ആലോചിച്ച മെല്ലെ നോക്കിയാണ് ഒട്ടിച്ചത്. കണ്ടോ, ഇപ്പം ഞങ്ങളെല്ലാം മാസ്കിംഗ് ടേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു അബ്സ്ട്രാക്റ്റ് ആർട്ടിൻ്റെ ഫീലിലാണ് ഞങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ലെമൺ യെല്ലോൻ്റെ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വെള്ളം ആദ്യം തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇല്ല എങ്കിൽ നമുക്ക് കളർ പെട്ടെന്ന് രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോഴേക്കും നമ്മൾ എഗെയിൻ മിക്സ് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ആവും. അപ്പോൾ ഞാൻ അടിച്ച് തുടങ്ങുകയാണ്. ഒരുപാട് ചെയ്ത് പരിചയമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊരു രസത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ട്രയൽ നടത്തിയത്. ആദ്യത്തെ കോട്ടടിക്കുമ്പോൾ ഒട്ടും തന്നെ കറക്റ്റായി വരില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരു പാച്ചസ് മാറി വരും. ഡ്രൈ ആയിരിക്കുന്ന ചുമരല്ലേ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് കോട്ടും വേണം നമ്മൾ അടിക്കുമ്പോൾ എന്തായാലും. ഇതെല്ലാം കൂടി ഞാനൊരു പെയിൻറ്റ് ഈ ചെറിയൊരു ഇതായതുകൊണ്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല നീറ്റായിട്ട് അടിച്ചെത്തുന്നുണ്ട്.
ഇവിടെ പെയിൻറ്റിനും ബ്രഷിനും ഒന്നും വലിയ ഇതില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ ഇതേമാതിരി തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റൊക്കെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാച്ചസ് മാതിരി അവിടെയും ഇവിടെയും തോന്നുമെങ്കിലും സെക്കൻഡ് കോട്ട് അടിക്കുന്നതോട് കൂടിയിട്ട് നല്ല നീറ്റായി മാറും നമ്മുടേത്. ഒരിക്കലും ഫസ്റ്റ് കോട്ട് അടിച്ച് നോക്കരുത് കേട്ടോ, അപ്പോൾ നന്നാവുകയേ ഇല്ല പെയിൻറ്റ് അടിച്ചത്. കാരണം ഡ്രൈ ആയിരിക്കുന്ന ചുമരാണ്. അത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചതാണ് കേട്ടോ. സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മാസ്കിൻ ടേപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും ഇതാ കണ്ടോ, ആ കളറേ മാറി, പെയിൻറ്റിൻ്റെ കളർ മാറി, ലൈറ്റ് മാറി, എല്ലാം മാറി. മാസ്കിൻ ടേപ്പൊക്കെ ഓൾറെഡി പിറന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെയിൻറ്റായിട്ട് തനിയെ തന്നെ അത് പുറത്തേക്ക് വരും. ഇനി നമുക്കിത് റിമൂവ് ചെയ്യുക മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പം ഇതാ ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്. മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്കിത് നിർത്തിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുമാത്രമല്ല ഞങ്ങൾക്ക് ഈ വാൾ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ റൂമിനൊരു ചേഞ്ച് വന്ന ഒരു ഫീലും വന്നു കേട്ടോ. കണ്ടോ, ഇത് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു ഗ്രേ സോഫയാണുള്ളത്. അപ്പോൾ നല്ലൊരു മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഇതോടൊപ്പം തന്നെ ഒരു വാളിന് കൂടെ ഒരു ഹോളും കൂടി മേക്ക് ഓവർ ചെയ്തിട്ടോ. അതിൻ്റെയും വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.